സഖാക്കളുടെയും അതുപോലെ ചില വ്യാജ IAS ഒക്കെ പ്രചരണം 8 നിലയിൽ പൊളിഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ കൂട്ടര് ഊമ്പിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ശ്രീനാദേവി കുഞ്ഞമ്മയെ ഓർക്കുന്നില്ല നിങ്ങൾ? ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ വ്യാജമായിട്ട് പേര് ചേർത്തു, വ്യാജരേഖയുണ്ടാക്കി, വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഒരു പരാതി വന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇപ്പോൾ ആ പരാതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. വിവരാവകാശ രേഖ പ്രകാരം ഇപ്പം ലഭിച്ചിരിക്കുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ട് അല്ല. അതിൻ്റെ കാരണം എന്താ? കാർഡ് ഉടമയുടെ സമ്മതപത്രമടക്കം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് റേഷൻ കാർഡിൽ ചേർക്കുവാൻ വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രേഖകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കൽ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള CPIയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഘട്ടത്തിന് തൊട്ടു മുൻപാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. മാത്രവുമല്ല, അതേ ഘട്ടത്തിൽ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പകയായിരുന്നു. പക ഇത് മാത്രവുമായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ മാത്രം നിലനിന്നിരുന്ന ഒരു സമയത്ത് സാങ്കല്പിക ഇരയാക്കാൻ വേണ്ടി ശ്രമം നടന്നു. ആരെ സാങ്കല്പിക ഇരയാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ, പരാതിക്കാരി ആരുകളും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ഒരു പരാതിക്കാരി, ഒരു വ്യാജ പരാതിക്കാരിയെ ഉണ്ടാക്കുവാനുള്ള ശ്രമം, അത് ശ്രീനാദേവിയെ ആക്കുവാനുള്ള ശ്രമവും നടന്നു. അതും ശ്രീനാദേവി കുഞ്ഞമ്മ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഈ പാർട്ടി വിട്ടതിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായി പിന്തുണ നൽകിയതിൻ്റെയും ഒക്കെ പക വീട്ടുകയായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മയോട്. അപ്പോൾ CPI എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ പകപോക്കൽ നടത്തിയപ്പോൾ, ഈ പകപോക്കൽ കുറേ കാലമായിട്ട് തുടങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ 2023 പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ടിയിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ അല്ലേ, ആ ശ്രീനാദേവി കുഞ്ഞമ്മയെ പ്രസിഡന്റ് ആക്കാതിരിക്കാൻ വേണ്ടി കൊലക്കേസിലെ പ്രതിയാക്കിയിട്ട് കേസുണ്ടാക്കിയ ആളുകളാ CPIക്കാർ. അതേ CPIക്കാർ പാർട്ടി വിട്ടപ്പോൾ റേഷൻ കാർഡിലെ പേര് വ്യാജമാണെന്നുള്ള പരാതി ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ അതൊക്കെ തെറ്റാണ്. കാർഡ് ഉടമയുടെ സമ്മതപത്രം അടക്കം റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രേഖകൾ പുറത്തേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമ്മതപത്രം എപ്പോൾ സമർപ്പിച്ചതാ? റേഷൻ കാർഡിൽ പേര് ചേർക്കുന്ന ഘട്ടത്തിൽ. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ വ്യാജരേഖയുണ്ടാക്കി എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയ ചില വ്യാജ IASകാരുണ്ട്. ഏത്? എന്തിനും തയ്യാറായിട്ട് പണമുണ്ടാക്കാൻ മാത്രം. പണം കിട്ടിയാൽ ഇനി എന്തിനും, എന്തിനെന്ന് പറഞ്ഞാൽ എന്തിനും തയ്യാറായി. പൈസ കിട്ടുമോ? റെഡിയാണ്. പൈസ കിട്ടുമോ? റെഡിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആളുകൾ ശ്രീനാദേവി കുഞ്ഞമ്മ വ്യാജരേഖയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞു തുള്ളിയതും നമ്മൾ കണ്ടതാ. അപ്പോൾ ആ വിഷയത്തിൽ ഇത്തരക്കാർക്ക് ഇനി എന്താണ് പറയാനുള്ളത് ശ്രീനാദേവി കുഞ്ഞമ്മയെക്കുറിച്ച്? പരാതി വന്നപ്പോഴാണല്ലോ വ്യാജരേഖയുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് നടന്നത്. ഇപ്പം പരാതിയിന്മേൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരുമ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഈ സപ്ലൈ ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, അപ്പം അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യാജരേഖ ഉണ്ടാക്കി എന്നൊക്കെ ആർത്ത് വിളിച്ച് അട്ടഹസിച്ച ആളുകൾ, അവർക്കിപ്പോൾ എന്താ പറയാനുള്ളത്? ആരെയും കാണാനില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പണമൊന്നും വരുന്നില്ല, തീർന്ന് പരിപാടി. മറ്റേത് ഓരോ വാർത്താ സമ്മേളനങ്ങൾക്കും അങ്ങനെ പണം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ക്യാഷ് ഫണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അതൊക്കെ നിന്നിട്ടുണ്ട്. അതോടെ വാർത്താ സമ്മേളനങ്ങളും നിന്നിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണെങ്കിലും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ റേഷൻ കാർഡ് വിവാദത്തിന് ഒരു അന്ത്യം വന്നിരിക്കുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വിവരാവകാശ രേഖപ്രകാരമുള്ള വിവരങ്ങൾ പുറത്തു വിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് റേഷൻ കാർഡ് ഉടമ മറ്റാരുമല്ല കേട്ടോ, ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അമ്മായിയാണ്. ആ അമ്മായി, റേഷൻ കാർഡ് ഉടമയായിട്ടുള്ള ആ അമ്മായിയുടെ സമ്മതപത്രം അടക്കം
ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കൂട്ടരാണ് എന്ത് പറഞ്ഞത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്? ഞങ്ങൾ സ്ത്രീപക്ഷമാണ്, ഞങ്ങൾ സ്ത്രീക്കൊപ്പമാണ്, ഞങ്ങൾ അവൾക്കൊപ്പമാണ് എന്നൊക്കെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ച ആളുകളാണ് ഒരു സ്ത്രീക്കെതിരെ വ്യാജ പരാതി ഉണ്ടാക്കി, അവർ വ്യാജരേഖ ചമച്ചു എന്നുള്ള പരാതികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്ത്രീയെ വേട്ടയാടിയത് ഈ സ്ത്രീപക്ഷക്കാരാണ്. ഈ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് അലമുറയിടുന്ന കാപട്ടിക്കാരായിട്ടുള്ള കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള പണം കിട്ടിയാൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഈ സ്ത്രീയെയും വേട്ടയാടിയത് എന്നുള്ളതാ. കാരണം എന്താ? ആ സ്ത്രീക്ക് ഒരു നട്ടെല്ല് ഉണ്ടായിരുന്നു, നിലപാട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയാവണം, എന്താ വേണ്ടത്, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എത്രയാണ് ഉദ്ദേശിക്കുന്നത് അത് തരാം, ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഞങ്ങൾ എഴുതിക്കൊണ്ടുവരുന്ന പരാതിയിൽ ഒരു ഒപ്പിട്ടിട്ട് ഒരു സാങ്കല്പിക പരാതിക്കാരി ആയാൽ മതി, പുറം ലോകം ആരും അറിയില്ല, ഇതിനെക്കുറിച്ച് പുറത്തൊന്നും അറിയില്ല, പരാതി ഉണ്ട് എന്നല്ലാതെ ഇന്ന ആളാണ് പരാതിക്കാരി എന്നും പുറം ലോകത്തിന് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ പരാതിക്കാരി ആവണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ നിലപാട് നട്ടെല്ല് എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ത് ചെയ്തു? നിങ്ങളെ പണം എനിക്ക് വേണ്ട, ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക മാത്രമല്ല, അവരതിനോട് നോ പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തനിക്ക് തൻ്റെ അടുത്ത് ഇങ്ങനെ ചില ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവർ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തു, അല്ലേ? അപ്പോൾ ആ ശ്രീനാദേവി കുഞ്ഞമ്മ നട്ടെല്ലിൻ്റെ നിലപാടിൻ്റെ പര്യായമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയെയും വേട്ടയാടാൻ ഈ കാപട്യക്കാർ ഇറങ്ങി തിരിച്ചത് എന്നുള്ളതാ, അല്ലേ? ഒരു ഉളുപ്പും ഉണ്ടായില്ല, ഒരു മാന്യതയും ഉണ്ടായില്ല, ഒരു മര്യാദയും ആ സ്ത്രീയോട് കാണിച്ചില്ല. അവർ സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണന പോലും നൽകിയില്ല. മറിച്ച് അവരെ എതിർചേരിയിൽ നിൽക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവരെ എങ്ങനെ അടിച്ച് താഴെയിടാം എന്നുള്ളതായിരുന്നു ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ കോമഡി മറ്റൊന്ന് കൂടിയുണ്ട്. എന്താണ്? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീനാദേവി കുഞ്ഞമ്മ 2020 പത്തനംതിട്ടയിൽ നിന്ന് ഈ പള്ളിക്കലിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ആളാണ്. ആ വ്യക്തി അന്നും ഈ റേഷൻ കാർഡും അന്നും ഈ രേഖകളും ഒക്കെ തന്നെയാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് രേഖകളായിട്ട്. അപ്പോൾ അന്നൊന്നും ആ റേഷൻ കാർഡിന് പ്രശ്നമുണ്ടായിരുന്നില്ല, അന്നൊന്നും അത് വ്യാജരേഖയായിരുന്നില്ല. പക്ഷേ അവർ 2025 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഹാജരാക്കിയ രേഖ അതേ രേഖ തന്നെയായിരുന്നു. പക്ഷേ അത് 2025 ആയപ്പോൾ അത് വ്യാജരേഖയായി, അതിന് പ്രശ്നങ്ങളുണ്ടായി. മനസ്സിലായില്ലേ? അതുപോലെയാണ്. അതിപ്പോൾ നമ്മൾ എല്ലായിടത്തും കണ്ടാണല്ലോ. ഇപ്പോൾ ഗണേശൻ, മുകേശൻ, കടകംപള്ളി, തോമസ് ഐസക്ക്, ശശി തുടങ്ങിയ ആളുകളൊക്കെ ഈ വ്യഭിചരിച്ച് നടക്കുന്ന പീഡന വീരന്മാർ അവർ CPM-ലാവുമ്പോൾ കുഴപ്പമില്ല. അവർ CPM അല്ല മറ്റേതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ അപ്പോൾ അവൻ പ്രശ്നക്കാരനാ. CPM സഖാവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിപ്പോൾ നിങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കണ്ടില്ലേ, ശശിക്ക് PK ശശി ഒറ്റപ്പാലത്ത് UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PK ശശി. ആ PK ശശി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ 4 ദിവസം മുമ്പ് വരെ KTDCയുടെ ചെയർമാനായിരുന്നു, സഖാവായിരുന്നു, അല്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് 4 ദിവസം മുമ്പാണ് KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത്. അപ്പോൾ അതുവരെ KTDC ചെയർമാൻ ആക്കുമ്പോഴും അതുവരെ സഖാവായിരുന്നപ്പോഴൊന്നും ശശിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബാലനും ശ്രീമതിയും അളന്നു നോക്കിയിട്ട് ശശിയുടേത് 1 മില്ലിമീറ്റർ പോലും അകത്ത് കയറിയിട്ടില്ല എന്നാണ് അന്ന് ബാലനും ശ്രീമതിയും പറഞ്ഞത്. പക്ഷേ CPM വിട്ടപ്പോൾ മറുചേരിയിലേക്ക് എത്തിയപ്പോൾ അല്ല, ഞങ്ങൾ അന്ന് പറഞ്ഞത് ശശിയുടേത് 1 മില്ലിമീറ്റർ മാത്രം കയറാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നാണ് അന്ന് പറഞ്ഞത്. ശശി കുഴപ്പക്കാരനാണ് എന്നുള്ളത് അടുത്തെത്തി. അതുപോലെയാണ് ഇപ്പോൾ ശ്രീനാദേവിയുടെ കാര്യത്തിലും. ശ്രീനാദേവിയുടെ കാര്യത്തിൽ എന്താണ്? 2020 CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവർ കൊണ്ടുവന്ന ഇതേ രേഖകൾക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 2025 ആയപ്പോൾ
അവർ കൊണ്ടുവന്ന രേഖ വ്യാജായി, അതിൽ പ്രശ്നങ്ങളുണ്ടായി, അത് വ്യാജ രേഖയായി, വ്യാജ റേഷൻ കാർഡായി, അങ്ങനെ പല പ്രശ്നങ്ങളുമായി പരാതിയായി. പരാതി കൊടുത്തപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അവരെ വോട്ട് നീക്കണം, അവരെ ഈ പറയുന്ന പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗസ്ഥാനത്ത് നിന്ന് അവരെ അയോഗ്യയാക്കണം എന്നുള്ള അവകാശവാദം കൂടി ഉണ്ടായി. അപ്പോൾ ലക്ഷ്യം എന്തായിരുന്നു? ശ്രീനാദേവി കുഞ്ഞമ്മ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് രണ്ടാമതും UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച് കയറിയ ശ്രീനാദേവി കുഞ്ഞമ്മയെ എങ്ങനെയെങ്കിലും ആ സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കണം. അതിനുവേണ്ടി കുരക്കാൻ കുറെ പണം കിട്ടിയാൽ എന്തിനും തയ്യാറായി നടക്കുന്ന ചില വ്യാജ IAS ഒരു ഭാഗത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ വിവാദവും സഖാക്കൾ മൂഞ്ചി, ആ വിവാദവും ആ പരാതിയിലും സഖാക്കൾ മൂഞ്ചി. ഇപ്പോൾ വിവരാവകാശ രേഖ പ്രകാരം സപ്ലൈ ഓഫീസർ തന്നെ പറയുന്നു, ഒരു പ്രശ്നവുമില്ല, രേഖകളൊക്കെ കൃത്യമാണ്, കാർഡ് ഉടമയുടെ സമ്മതപത്രമടക്കം അതിലുണ്ടായിരുന്നു എന്ന് സപ്ലൈ ഓഫീസർ പറയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ആരാണ് സ്ത്രീപക്ഷത്ത്? ശ്രീനാദേവി കുഞ്ഞമ്മയും ഒരു സ്ത്രീയാണല്ലോ. അവരോടൊപ്പമായിരുന്നോ അല്ലെങ്കിൽ അകാരണമായിട്ട് അവരെ വേട്ടയാടുകയായിരുന്നോ ഇക്കൂട്ടർ ചെയ്തിരുന്നത് എന്നുള്ളത് ജനം ചിന്തിക്കേണ്ട കാര്യമാണ്.